ഫൈവ് പില്ലേഴ്സ് ഓഫ് സെൽഫ് നറിഷ്മെന്റ് അഥവാ ആത്മപോഷണത്തിന്റെ 5 തൂണുകൾ ഏതൊക്കെയാണ്? ഒന്ന്, മനസ്സിന്റെ നിശബ്ദത അഥവാ സൈലൻസ്. ഇപ്പം നമുക്ക് ശരിക്കും ധ്യാനം, പ്രാർത്ഥന, ശ്വാസാഭ്യാസം തുടങ്ങിയവയിലൂടെ നമുക്ക് മനസ്സിന്റെ നിശബ്ദത നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്പർ 2, ബന്ധങ്ങൾ അഥവാ കണക്ഷൻസ്. ഹൃദയബന്ധങ്ങളായ കുടുംബം, അതുപോലെ തന്നെ സുഹൃത്തുക്കള്, സമൂഹം, പ്രകൃതി തുടങ്ങിയവയുമായി ഇടപെടുക, പങ്കുവയ്ക്കുക തുടങ്ങിയവയിലൂടെ നമുക്ക് ബന്ധങ്ങൾ അഥവാ കണക്ഷൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. 3, ലക്ഷ്യങ്ങൾ അഥവാ പർപ്പസ്. ശരിക്കും നമുക്ക് നമ്മുടെ കഴിവുകളെ പങ്കുവയ്ക്കുക, ആത്മാവിനെ പോഷിപ്പിക്കുക, നമ്മുടെ സെൽഫ് നറിഷ് ചെയ്യുക തുടങ്ങിയവയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ പർപ്പസ് നമുക്ക് നേടിയെടുക്കാനായിട്ട്, കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്പർ 4, ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ കൃതജ്ഞത. ചെറുതാണെങ്കിൽ പോലും നമ്മുടെ ശരിക്കും നന്മകളെ നമ്മൾ തിരിച്ചറിയുക, ദിനം പ്രതി നമ്മൾ നന്ദി പറയുന്ന ശീലം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതായ ഒരു ശീലം വളർത്തിയെടുക്കുക തുടങ്ങിയവയിലൂടെ. നമ്പർ 5, സ്പിരിച്വാലിറ്റി അഥവാ ആത്മീയത. ആത്മാവിന്റെ ഉയർന്ന തലങ്ങളുമായി ബന്ധപ്പെടുന്നതിലൂടെ, പ്രത്യേകിച്ച് സത്സംഗം, അതേപോലെ തന്നെ ഹൃദയബന്ധങ്ങൾ, ഇവയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അവയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ആ സ്പിരിച്വൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.